ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു വിഭാഗം മുസ്ലിങ്ങളുടെ എക്കാലത്തേക്കുമുള്ള അജണ്ടയാണ് ഇസ്ലാം മാത്രം മതി ഈ ലോകത്ത്. മുസ്ലിങ്ങൾക്ക് മാത്രം സ്വസ്ഥമായി ജീവിച്ചാൽ മതി, മുസ്ലിങ്ങൾക്ക് മാത്രം എല്ലാം വേണം, മുസ്ലിങ്ങളുടെ എന്ത് കാര്യങ്ങൾ വന്നാലും ശരി ഇവർ വിമർശിക്കാനുമില്ല. നമുക്കറിയാം, ഫിറോസ് കുന്നംപറമ്പലിൻ്റെ കാര്യം വന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ലൈംഗികതയും അതുപോലെ ചാരിറ്റി തട്ടിപ്പും ഗുണ്ടായുസവും ബാങ്കിന്റെ മുമ്പിലുള്ള ധർണയും എല്ലാം കണ്ടവരാണ് നമ്മൾ. എത്ര മാധ്യമങ്ങൾ അതിനെ വിമർശിച്ചു എന്ന് ആലോചിച്ച് നോക്കാം. വർഷ എന്ന ഒരു പെൺകുട്ടി അമ്മയുമായി കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തി. അവർക്ക് അവരുടെ കണ്ണീരിൽ കുതിർന്ന വീഡിയോകൾ പുറത്തിട്ടപ്പോൾ ജനങ്ങൾ സംഭാവന നൽകി, ജനങ്ങൾ കൈയഴിഞ്ഞ് സഹായിച്ചു, കോടികൾ വന്നു. ഒടുവിൽ ആ പണത്തിന് വേണ്ടി ഗുണ്ടകളെ വിട്ട് ആ പെൺകുട്ടിയെയും അമ്മയെയും ഉപദ്രവിക്കാനുള്ള ശ്രമം തുടർന്നു. ഒടുവിൽ അവർ ആ നാടുപേക്ഷിച്ച് പോയി, എവിടെയോ ഒളിവിൽ പോയി. അതിനെ സംബന്ധിച്ചിട്ടൊക്കെ കമാൽ പാഷ അടക്കം ഒരുപാട് ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ആ പെൺകുട്ടി വന്ന് പറഞ്ഞു, എനിക്ക് രക്ഷപ്പെടണ്ടായിരുന്നു, എൻ്റെ അമ്മ മരിച്ചാൽ മതിയായിരുന്നു എന്നിവരെ എനിക്ക് തോന്നിപ്പോയി. ആരെതിർത്തു? മനാഫ് ശിരൂരിലെ മണ്ണിടിച്ചിലില് മണ്ണിനടിയിലായിപ്പോയ അർജുൻ, അതുമായി ബന്ധപ്പെടുത്തി എന്തെല്ലാമായിരുന്നു പറഞ്ഞിരുന്നത്. 3 തലമുറകൾക്ക് തിന്നാനുള്ള സമ്പത്തിന്റെ വാപ്പയുണ്ടാക്കി ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ മനാഫ് ഏറ്റവും ഒടുവിലായി 5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി വന്ന് യാചിക്കുന്നു. ചാരിറ്റി നടത്താനാണ് എന്നാ പറച്ചില്. അത് കഴിഞ്ഞിട്ട് എനിക്ക് 9 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടെന്നും 12 വീലുള്ള വണ്ടി വിൽക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ നടന്നതല്ലേ? അതേപോലെ ജാമിത ഒരു വണ്ടി വിൽക്കാൻ ശ്രമിച്ചപ്പോൾ പൊറോട്ട കെട്ടുകാരായ ഒരുപാട് ആളുകൾ വന്നു, ലൈംഗിക രോഗികള്. അവരൊക്കെ വന്നിട്ട് ഒരുമാതിരിയൊക്കെ വിമർശിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം മനസ്സിലായോ? ഞമ്മന്റെ ആളുകൾ ഏതു ഭാഗത്ത് വന്നാലും ശരി അവരോട് മൃദു സമീപനം സ്വീകരിക്കുകയും വിമർശിക്കേണ്ടുന്ന വിഷയങ്ങളാണെങ്കിൽ പോലും ഇവർ വിമർശിക്കില്ല. ഇവരുടെ വിമർശനങ്ങളെല്ലാം എപ്പോഴും ആ മുസ്ലിങ്ങളുടെ നേരെയും മതരഹിതർക്കു നേരെയുമായിരിക്കും. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത ഉണ്ടായിരുന്നു. എത്ര മാധ്യമങ്ങൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തു എന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കാര്യം മനസ്സിലാകും. പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ ചെയർമാനാണ് ഈ അബൂബക്കർ. അദ്ദേഹത്തിന് ഡൽഹി എയിംസിൽ ചികിത്സ നൽകണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. മകൻ തലാൽ ഹസന് വേണമെങ്കിൽ കൂടെ നിൽക്കാമെന്നും അദ്ദേഹം പല തവണകളിലായി ജാമ്യാപേക്ഷ നൽകി. ഈ ജാമ്യാപേക്ഷകളൊക്കെ കോടതി നിരസിച്ചു. ഏറ്റവും ഒടുവിൽ NIA ജഡ്ജിന്റെ ഫോട്ടോ എടുത്തുവരെ ഇവരുടെ മക്കള്, അദ്ദേഹത്തിന്റെ അടക്കം ഒരു 3-4 പ്രതികളുടെ മക്കൾ, 3-4 പേരും പോപ്പുലർ ഫ്രണ്ട് ഭീകരരാണ്, തിഹാർ ജയിലിൽ അടയ്ക്കപ്പെട്ട ആളുകളുമാണ്. അവരുടെയൊക്കെ മക്കള് ഇദ്ദേഹത്തിന്റെ ഫോട്ടോ എടുക്കുന്നു, ഭീഷണിപ്പെടുത്തും. എന്തെല്ലാം നടന്നു? നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തോ? ബുദ്ധിമുട്ടാണ്. പോപ്പുലർ ഫ്രണ്ടിന്റെ മുൻ ചെയർമാനായ ഈ അബൂബക്കർ, അദ്ദേഹം രോഗിയാണ്, അദ്ദേഹം ക്യാൻസർ ഉണ്ടെന്നോ അങ്ങനെ ഒരുപാട് രോഗത്തിനടിമയാണ്. പിന്നെ അദ്ദേഹം വയസ്സാണ്, അദ്ദേഹത്തിന് ഒരുപാട് ശാരീരികമായിട്ടുള്ള മാനസികമായ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് ജാമ്യം നൽകണമെന്ന് പറഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു എയിംസിൽ ചികിത്സ നൽകട്ടെ, മകൻ തലാൽ ഹസൻ കൂടെ നിന്നോട്ടെ. 4 ദിവസത്തേക്കാണ് ചികിത്സയ്ക്ക് അനുമതി നൽകിയിരിക്കുന്നത്. മതിയായ ചികിത്സ നൽകുകയും പരിശോധനകൾ നടത്തുകയും ചെയ്തതിനു ശേഷം 3 ദിവസത്തിനോടകം മെഡിക്കൽ റിപ്പോർട്ടും സമർപ്പിക്കാൻ കോടതിയുടെ ഉത്തരവ്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കുന്നതെന്ന് ജസ്റ്റിസുമാരായ MM സുന്ദരേഷും അരവിന്ദ് കുമാറും അടങ്ങിയ ബെഞ്ച് റിപ്പോർട്ട് ചെയ്തു, ഉത്തരവിട്ടു. പരിശോധനയിലും ചികിത്സയിലുമൊക്കെ അബൂബക്കർ സഹകരിക്കണമെന്നും കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. ഞമ്മന്റെ ആളുകളെ സംബന്ധിക്കുന്ന വാർത്തകൾ ഇവർ വലിയ രൂപത്തിൽ പൊലിപ്പിച്ച് നൽകും. പൊടിപ്പും തൊങ്ങലും ഇട്ടിവർ അത്തരം വാർത്തകൾ നൽകും. പക്ഷെ ഇന്ന് വേറെ ഒരു വാർത്ത കൂടി ഉണ്ടായിരുന്നു. നിർബന്ധിത മതപരിവർത്തനം നടത്തിയ 350ഓളം ആളുകൾ തിരികെ ഹിന്ദു മതത്തിലേക്ക് വന്ന ഒരു വാർത്ത. ഇവര് നിർബന്ധിപ്പിച്ചും പ്രലോഭിപ്പിച്ചും പ്രീണിപ്പിച്ചും പീഡിപ്പിച്ചും പല രൂപത്തിലേക്കും ഇസ്ലാമിലേക്ക് ആളെ കൊണ്ടുവരുന്ന ഏർപ്പാട് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പല മാർഗങ്ങളിലൂടെയും 1921 കണ്ടില്ലേ, കഴുത്തിൽ കത്തിവെച്ചിട്ടാണെങ്കിലും വേണ്ടില്ല ഇസ്ലാം മതം സ്വീകരിപ്പിക്കണം എന്ന ഖുർആനിന്റെ അധ്യാപനം ഇവർ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോ ഛത്തീസ്ഗഡിലെ റായ്പൂർ BT ഗ്രൗണ്ടിലാണ് സന്ത് പ്രമുദ്ധജൻ സമ്മേളനം, അങ്ങനെ ഒരു സമ്മേളനം ഉണ്ടായിരുന്നു. ആ സമ്മേളനത്തിൽ തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം മതത്തിലേക്കും മറ്റും മാറിയ ആളുകൾ അവരുടെ സ്വന്തം ധർമ്മമായ ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു വന്നത്.
കാരണം അവർ ഈ മതത്തെക്കുറിച്ച് മനസ്സിലാക്കി മതം പഠിച്ച് ആ മതം ഉൾക്കൊണ്ടതല്ല. ഇവര് പല മാർഗത്തിലൂടെയും ഇസ്ലാം മതം സ്വീകരിപ്പിച്ചു. ഒരവസരം കിട്ടിയപ്പോൾ ഇവർ ഹിന്ദു മതത്തിലേക്ക് മടങ്ങണമെന്ന് താല്പര്യം കാണിച്ചു. അതോടുകൂടിയാണ് ഒരു സമ്മേളനം സംഘടിപ്പിച്ചതും നിരവധി സന്യാസിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ നേതൃത്വത്തിൽ ഈ പരിപാടി അരങ്ങേറിയതും. അടുത്തിടെ ബൽറാംപൂർ ജില്ലയിൽ 50-ലധികം കുടുംബങ്ങളിൽ നിന്നുള്ള 100 ആളുകൾ സനാതന ധർമ്മം സ്വീകരിച്ചു. 1000-ലേറെ ആളുകളാണ് ഛത്തീസ്ഗഡിൽ മാത്രം അടുത്തിടെ ഹിന്ദുമതത്തിലേക്ക് വന്നത്. പറഞ്ഞു വരുന്നത് ഇസ്ലാം മതം മോശമാണെന്നും ഹിന്ദുമതം നല്ലതാണെന്നുമല്ല. ക്രിസ്ത്യൻ മതമോ ഹിന്ദുമതമോ നല്ലതാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതും ഇസ്ലാം മതത്തെ കുറിച്ചിട്ടാണ്. അതുകൊണ്ട് എനിക്ക് മതം വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. മതങ്ങളെല്ലാം മനുഷ്യന്മാർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പടച്ചുണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് ആ നിയമങ്ങളൊക്കെ സ്ത്രീ വിവേചനമാകുന്നത്. ജനാധിപത്യ വിരുദ്ധതകൾ അതിനകത്തുണ്ടാകുന്നത് അതുകൊണ്ടാണ്. പൊതുമര്യാദകളെ ലംഘിക്കുന്ന തരത്തിലുള്ള മാനവികതകൾ അതിനകത്ത് വന്നു ചേർന്നത് അതുകൊണ്ടാണ്. പക്ഷേ ഞാൻ ആ മതം ഉപേക്ഷിച്ചു. മറ്റു മതങ്ങളെ കുറിച്ച് എനിക്ക് ഡീപ്പായിട്ട് അറിയില്ല, തീരെ അറിയില്ലെന്നുള്ളതിൻ്റെ അർത്ഥം. അത് പഠിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല. അതിനു വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കണ്ട എന്ന് തന്നെ കരുതിയതാണ്. ആലോചിക്കണം, ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു എന്നുള്ള വാർത്തകൾ ഒരുപാട് ചാനലുകൾ, പ്രത്യേകിച്ച് MM അക്ബർ അതിന് വേണ്ടിയിട്ടൊരു ചാനൽ തന്നെയുണ്ട്. മതത്തിലേക്ക് വന്ന ആളുകളെ പരിചയപ്പെടുത്തുക, അവരെ കാണിച്ച് പരസ്യം ചെയ്തിട്ടാണ് ഇനിയും ഒരുപാട് ആളുകളെ ഈ മതത്തിലേക്ക് വലിച്ചു കൊണ്ടുവരേണ്ടത്. ഇവർക്ക് ഇവരുടെ മതത്തെക്കുറിച്ച് പഠിക്കാൻ അവസരം കിട്ടിയാൽ ആ സെക്കൻഡിൽ അവർ ആ മതം ഉപേക്ഷിക്കും. ആ സെക്കൻഡിൽ ഉപേക്ഷിച്ചിരിക്കും. കാരണം ഇസ്ലാം മതത്തെക്കുറിച്ച് പഠിച്ചോ അതല്ലെങ്കിൽ ഇവരുടെ മതത്തെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയോ മതം വിട്ടവരല്ല ഇവരാരും. ഇപ്പം എൻ്റെ മതത്തിൽ ഇന്ന പോരായ്മകളുണ്ട്, ശരി, മറ്റേ മതത്തെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി ഈ മതം തമ്മിൽ ഇവരൊന്ന് കമ്പയർ ചെയ്തു, അപ്പോൾ ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി മതം ഉപേക്ഷിച്ചവരല്ല. പിന്നെ ഇവർക്ക് എങ്ങനെ ആ മതത്തിൽ അടിയുറച്ച് നിൽക്കാൻ സാധിക്കും? ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ശ്രുതി എന്ന് പറയുന്ന പെൺകുട്ടിയെ ഇവരെ മതം മാറ്റി റഹ്മത്താക്കി. ഒരു വേള അതിൻ്റെ മതത്തെക്കുറിച്ച് പഠിക്കാൻ അവസരം കിട്ടിയപ്പോൾ എല്ലാം ഉപേക്ഷിച്ചു. അതതിൻ്റെ ഹിന്ദു മതധർമ്മത്തിലേക്ക് തിരിച്ചു വന്നു. ആതിര എന്ന പെൺകുട്ടി ഇവർ കൊണ്ടുപോയി ആയിഷയാക്കി. അതും ഒരു അവസരം കിട്ടിയപ്പോൾ അതിൻ്റെ മതത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി തിരിച്ചു വന്നു. ഒരു ചിത്ര എന്ന പെൺകുട്ടിയെ കൊണ്ടുപോയിട്ട് നസ്രീനാക്കി. ഇങ്ങനെ 100-1000 സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കഴിഞ്ഞു പോകുന്നുണ്ട്. 350 കുടുംബങ്ങളിൽ നിന്നുള്ള 100 ആളുകൾക്ക് അവരുടെ മതത്തെക്കുറിച്ച് പഠിക്കാൻ അവസരം കിട്ടിയപ്പോൾ അവർ മനസ്സിലാക്കി, നമ്മുടെ മതത്തെക്കാൾ മെച്ചമല്ല നമ്മൾ ഇതുവരെ പരിശീലിച്ചു പോന്ന മതം. ഏതൊക്കെയോ കാരണങ്ങളാൽ അവർ ആ മതത്തിൽ നിന്നു. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർക്ക് അവരുടെ മതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു അവസരം കിട്ടി. അവരുടെ മതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ അവരത് ഉപേക്ഷിച്ച് തിരിച്ചു വന്നു. മതം മാറ്റിയവരുടെ മുഹബത്തല്ലത്, അവരുടെ കഴിവും മികവുമല്ലത്. ഈ മതം മാറിപ്പോകുന്ന ചണ്ടികൾ അവരുടെ മതത്തെക്കുറിച്ചും അറിയില്ല, പോകുന്ന മതത്തെക്കുറിച്ചും അറിയില്ല. എന്തുകൊണ്ടാണ് ഞാനത് സ്വീകരിക്കുന്നത്, എന്തുകൊണ്ടാണ് അത് നിരാകരിക്കുന്നത് എന്നെങ്കിലും പ്രാഥമികമായി ഇവർ അറിഞ്ഞിരുന്നെങ്കിൽ ഇവർ ഈ കൃത്യത്തിൽ നിൽക്കുമായിരുന്നില്ല. ഇനി ഇത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇസ്ലാം മതത്തിൽ നിന്നും ഹിന്ദു മതത്തിലേക്ക് അവർ പോയി കഴിഞ്ഞു. അവരുടെ മതം ഹിന്ദു മതമായിരുന്നു. ഇനി ഇവർക്ക് സമാധാനത്തോടു കൂടി മുന്നോട്ട് ജീവിച്ചു പോകാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. ഭീഷണികൾക്ക് നടുവിലായിരിക്കും. ഇതിൽ 100 ആളുകൾ കൊല്ലപ്പെടുന്ന കാഴ്ചകൾ നമുക്ക് വൈകാതെ കാണാം. കാരണം അത്തരം സമാനമായ സാഹചര്യങ്ങളും സംഭവ വികാസങ്ങളുമാണ് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ളതൊക്കെ. ഏതു മതം സ്വീകരിക്കാനും ഏതു മതം നിരാകരിക്കാനും ഏതു മതത്തിൽ വിശ്വസിച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനും നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കെ ഒരു പ്രത്യേക മതത്തിൽ നിന്നും വേറൊരു മതത്തിലേക്ക് പോകാൻ പറ്റില്ല. ആ മതത്തിലേക്ക് എല്ലാവർക്കും ഇൻകമ്മിങ് ഓക്കെയാണ്. പക്ഷെ ഔട്ട് ഗോയിങ് ആണെങ്കിൽ തല പോകും, ഇൻകമ്മിങ് ആണെങ്കിൽ അറ്റമേ പോകും, ഔട്ട് ഗോയിങ് ആണെങ്കിൽ തലയുടെ അറ്റം പോകും. അതുകൊണ്ട് അധികം ആളുകളും അതിന് തയ്യാറാകാറില്ല. നന്ദി.